അപ്പോ ശരത്തേട്ടനും ഗീതമ്മയൊക്കെ ഒരുപാട് യാത്രകൾ ചെയ്യാറുള്ള വ്യക്തികളാണ്. ഒരുപാട് ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട്. അപ്പൊ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നിങ്ങള് എങ്ങനെയാണെങ്കിലും മുടങ്ങാതെ മാസത്തിൽ വരാറുണ്ട്. എന്താണ് നിങ്ങൾ ആഴ്ചയില് ക്ഷമിക്കുക, ആഴ്ചയില്. അപ്പൊ എന്താ നിങ്ങൾ ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ അടുപ്പിക്കുന്ന ആ ഒരു ഫാക്ടർ എന്താ? എൻ്റെ ചെറുപ്പം തൊട്ട് എൻ്റെ അച്ഛൻ എല്ലാ മാസവും ഗുരുവായൂർ കൊണ്ട് തൊഴിക്കും. അങ്ങനെ ആ ശീലം എൻ്റെ വീട്ടിലെല്ലാവർക്കും കൃഷ്ണനെ പേരിൻ്റെ തുടക്കം. എപ്പോൾ എവിടെയെങ്കിലും ഒരു കൃഷ്ണൻ ചേർത്തിരിക്കും. അത്രമാത്രം നെഞ്ചോട് ചേർന്നിരിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ വന്നില്ലെങ്കിൽ കഷ്ടമല്ലേ. നമുക്ക് ഏറ്റവും വിശ്വാസമാണ് എല്ലാം ഉണ്ട്. ആ ഒരു നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്, മിത്ര നമ്പൂതിരി പറഞ്ഞ നമ്പൂതിരി ഉണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വിഷമിക്കേണ്ട, തൂണിന്റെ മറവിൽ കൃഷ്ണൻ. ഞാൻ പണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എല്ലാ തൂണിന്റെ മറവിലും നിന്ന് നോക്കായിരുന്നു. ഇന്നും അത് തപ്പിക്കൊണ്ട് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കാണുമ്പോൾ. അമ്മ പറഞ്ഞ പോലത്തെ എന്തെങ്കിലും കാര്യമാണോ അതോ? അങ്ങനെ കാര്യമൊന്നുമില്ല ഗുരുവായൂരപ്പൻ, വേറെ ഒന്നുമില്ല. അത് ഒരാഴ്ച മുടങ്ങി കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സഫക്കേഷനാ. കൈ വിറയ്ക്കും, നമ്മൾ പറയില്ലേ രണ്ടരടിച്ചില്ലെങ്കിൽ കൈ വിറയ്ക്കും എന്ന് പറയില്ല. അതേപോലെ ഒരാഴ്ച വന്നില്ലെങ്കിൽ എന്തോ ഒരു മിസ്സിങ് കാണിക്ക്. ഞാൻ മുടങ്ങാതെ എല്ലാ തേഴ്സ്ഡേസും മേ ബി ഒരു ലാസ്റ്റ് ഒരു 10, 11, 12 ഒരു ഇവിടെ ഇല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും യാത്ര പോയിക്കുകയാണെങ്കിൽ അങ്ങനെ പോകേണ്ടി വരും. എന്നാലും നമ്മൾ ദുബായിൽ പോയ സമയത്ത് അവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയിരുന്നു, അവിടെ കൃഷ്ണ ടെമ്പിൾ ഉണ്ട്. ഇനി ഡൽഹിയിൽ പോയാൽ അവിടെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ ഉണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ ആള്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ വെച്ച് ഒപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ. പക്ഷെ എനിക്ക് എല്ലാ വീക്കിലും പോയിരിക്കണം നിർബന്ധ. ഗുരുവായൂർ ക്ഷേത്രം കഴിഞ്ഞ പിന്നെ ഏത് ക്ഷേത്രമാണ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എന്താ പറയാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ പോണം തോന്നണ? വടക്കുന്നാഥൻ ഞാൻ പറയില്ലേ, വടക്കുന്നാഥൻ ദിവസവും നിങ്ങൾ പോണതാണ്. അറിയാലോ അല്ലെ, ചോദ്യം അറിയാം ഉത്തരം അറിയാം. ഇനി ഏതെങ്കിലും വേറെ മറ്റേതെങ്കിലും ക്ഷേത്രം ഇതുപോലെ ഉണ്ടോ? അതായത് നിങ്ങള് അമ്മ പറയണ അതേ ഉത്തരമായിരിക്കും എൻ്റെ. അമ്മ ഒരു ഉത്തരം പറയും. എനിക്ക് പാരമ്പര്യ അമ്മ കണ്ടില്ലെങ്കിൽ സമാധാനം. എല്ലാ ചൊവ്വയും എല്ലാ ദിവസവും പോവാണെങ്കിലും ഞാൻ മുടക്കാണെങ്കിൽ എല്ലാ ചൊവ്വയും കഴിഞ്ഞാൽ ഞാൻ അമ്മയെ തോന്നിരിക്കും. അത് കഴിഞ്ഞാൽ കിടക്കുന്നതൻ കമ്പൽസ്. പിന്നെ ഉണ്ണിക്കണ്ണുണ്ട് ഞങ്ങളുടെ ശരത്ത് തിരുവമ്പാടി പാറമക്കാവ് വടക്കുന്നതിനാണ് ഞാൻ. എല്ലാ ദിവസവും പോകും. ഇപ്പൊ തൃശ്ശൂരുള്ള ദിവസം ഇല്ല. ഇപ്പൊ എങ്ങടെങ്കിലും ഇപ്പൊ കൊച്ചി പോയി അല്ലെങ്കിൽ ഇങ്ങനെ യാത്ര പോയി അപ്പൊ മുടങ്ങി പോവും. പക്ഷെ എന്നാലും ഒരുമാതിരി എല്ലാ ദിവസവും പോവും. ഞാൻ വിചാരിച്ചു അമ്മ പറയാ വാരണാസി എന്നാ പറയാന്ന്, കാരണം ആ പേരും പറഞ്ഞ് വീണ്ടും പോവാലോ. കൈലാസം കണ്ടു മതിയാവാത്തൊരു സ്ഥലമാണ്. നമ്മൾക്ക് വടക്കുന്നതിന്റെ ആ നെയ്മല പോലെയാണ് നോർത്ത് ഫേസ് കാണുമ്പോ തെളിഞ്ഞു നിൽക്കുക. പോയപ്പോ ഞാൻ അമ്മയെ കൊണ്ട് അവിടെ മുമ്പില് ആ മൗണ്ട് കൈലാസിന്റെ മുമ്പിൽ കൊണ്ടിരുത്തി. ഇവിടെ ഇരുന്ന് കാണി. ഇനി എത്ര കാലം കഴിഞ്ഞാൽ നമുക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും അറിയില്ല. കണ്ണടച്ചാ കാണണം, അങ്ങനെ നോക്കിയിരിക്കാൻ പറഞ്ഞു ഞാൻ. മേ ബി ഞങ്ങളൊരു 3-4 hours കണ്ടിന്യൂസ്ലി ആ മൗണ്ടൻ ഇങ്ങനെ നോക്കിയിരുന്നു. അതും തൊട്ടടുത്ത്, വെരി ക്ലോസ്. ഭയങ്കര കാഴ്ചയാട്ടോ, നമ്മുടെ മനസ്സിൽ നിന്ന് പോവാത്ത ഉണ്ടാവും അറിയില്ലല്ലോ. ഇല്ലെങ്കിലും അത് പൂർണ്ണമായിട്ട് ഉള്ളിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ കണ്ണടച്ച ഉള്ളിൽ കാണാം. അപ്പോ അടുത്ത യാത്ര എങ്ങടാ നിങ്ങളുടെ? അമ്മയും മകന്റെയും കൂടെയുള്ള ഒരു യാത്ര. അതെ, അങ്ങനെ ഒരു പ്ലാൻഡ് യാത്ര ഇല്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും പോണം തോന്നുന്നു. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വാരണാസി പോയി. ഞാൻ വാരണാസിയോടൊക്കെ ടാറ്റ പറഞ്ഞു പോന്നാ. ഇനി എനിക്ക് പറ്റില്ല എന്ന് വെച്ചിട്ട് ഭയങ്കര ഭാഗ്യം വീണ്ടും കിട്ടി. 2 3 ഒന്നും എന്റെ ഉള്ളിലുണ്ട്. 2, 3, 4 കഴിയുമ്പോ അടുത്ത അല്ല അപ്പൊ വാരണാസി ഇപ്പൊ ജാനുവരിയിൽ പോയി വന്നോളൂ. അങ്ങനെ ഇന്ന ഡെസ്റ്റിനേഷനിലില്ല. എന്നാലും എവിടെങ്കിലൊക്കെ പെട്ടെന്ന് തന്നെ പോവും. ഇപ്പൊ നല്ല സീസൺ അല്ലേ. അയോധ്യ പോയിട്ടില്ല. ഗുരുവായൂരപ്പന്റെ നടക്കില് വെച്ചിട്ടാണ് കേട്ടോ ശരത്തേട്ടൻ പറയുന്നത് നമ്മുടെ അടുത്ത്. പറഞ്ഞിട്ട് തോന്നുന്നു ഇങ്ങോട്ട് പോയിട്ടില്ല എന്നല്ലേ. ഒരുപാട് സ്ഥലത്ത് പോയി. ഇപ്പൊ എത്ര സ്ഥലം നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടാവും? എന്ത് ചോദിക്കായിരിക്കും ബുദ്ധി. ഞങ്ങള് എന്താ അവിടെ പോയിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട് പുരി ജഗന്നാഥ്. പോണം. നല്ല കാലത്ത് വിളിച്ചതാ, വന്നില്ല. ആ മറ്റേ രഥോത്സവത്തിന് വിളിച്ചതാ, വന്നില്ല. കിട്ടിയതൊക്കെ ഭാഗ്യം. അതെ, പ്ലസ് അതന്നെ ഗുരുവായൂരപ്പ എവിടെയൊക്കെ വെച്ചതെല്ലാം നല്ലതിന് ആവട്ടെ. അപ്പൊ എല്ലാവർക്കും നന്ദി പറയണം. ശരത്തേട്ടൻ കൂടെ കുറച്ചു നേരം സംസാരിച്ചു. വളരെയധികം സന്തോഷം. സന്തോഷം. താങ്ക് യു.